നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. ജീവിതപാഠം എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ടെലപ്പതി എന്നത് എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. ടെലപ്പതി എന്നാൽ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള ചിന്തകളും അനുഭവങ്ങളും മറ്റൊരാളുടെ മനസ്സിലേക്ക് നേരിട്ടോ സംസാരമോ എഴുത്തോ കൂടാതെ പ്രേരിപ്പിക്കപ്പെടുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരാശയം ആണ്. സാധാരണയായി ടെലപ്പതി ഒരു പ്രത്യേക താന്ത്രിക മാനസിക ശേഷി അല്ലെങ്കിൽ അദൃശ്യമായ ആശയവിനിമയ രീതിയായി കണക്കാക്കപ്പെടുന്നു. ഇതിന് വൈദ്യശാസ്ത്രപരമായ ശക്തമായ തെളിവുകൾ ഒന്നുമില്ലെങ്കിലും കഥകളിലും സയൻസ് ഫിക്ഷനിലും ചില പാരനോർമൽ പഠനങ്ങളിലും ടെലപ്പതിയെ ഉപയോഗിക്കുന്നു. മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ, വികാരങ്ങൾ മറ്റൊരാളിലേക്ക് നേരിട്ട് കൈമാറുക. സംസാരമോ എഴുത്തിലോ അല്ലാതെ അത് മാത്രമാണ് അത് നടക്കുന്നത്. വൈദ്യശാസ്ത്രപരമായി അത് തെളിയിക്കപ്പെട്ടിട്ടുമില്ല. ടെലപ്പതി എന്ന് പറയുന്നത് രണ്ട് അല്ലെങ്കിൽ കൂടുതൽ വ്യക്തികൾ തമ്മിൽ വാക്കുകൾ, ശബ്ദങ്ങൾ, അക്ഷരങ്ങൾ അഥവാ ശാരീരിക ചിഹ്നങ്ങളൊന്നും ഉപയോഗിക്കാതെ നേരിട്ട് മനസ്സുകളിലൂടെ ആശയവിനിമയത്തെ അർത്ഥമാക്കുന്നു. ഇതെങ്ങനെ പ്രവർത്തിക്കാമെന്ന് സംശയം വരുന്നു. ഒരാൾക്ക് ഉള്ള ചിന്തകൾ, വികാരങ്ങൾ, അനുഭവങ്ങൾ മറ്റൊരാൾക്ക് അതിൻ്റെ അനായാസമായ അറിവായി മാറുന്നത് എങ്ങനെ എന്ന് നാം അത്ഭുതം തോന്നിക്കുന്നു. സംസാരമോ എഴുത്തിലോ ഇല്ലാതെ, അതായത് മാനസികമായും അദൃശ്യമായും ഒരു കണക്ഷൻ വഴി വിവരങ്ങൾ കൈമാറുന്നത് പോലെയാണ് അതിൻ്റെ പ്രവർത്തനം. ടെലപ്പതിയുടെ ഘടകങ്ങൾ എന്തൊക്കെ എന്ന് ചിന്തിക്കാം. മാനസിക ചിന്തകളുടെ കൈമാറ്റം വാക്കുകളില്ലാതെ മാത്രമല്ല, ചിലപ്പോൾ ചിത്രങ്ങളോ സ്മരണകളോ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് പകർന്നു നൽകുന്നു. വൈദ്യശാസ്ത്രപരമായ തെളിവുകളുടെ കുറവ് ഇതിനുണ്ട്. ഇന്നുവരെ ടെലപ്പതിയുടെ ശാസ്ത്രീയമായ തെളിവുകൾ വളരെ കുറവാണ്. ചില പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഫലങ്ങൾ അത്ര വ്യക്തമായതല്ല. അന്തർദേശീയവും സംസ്കാരപരവുമായ വിശ്വാസങ്ങൾ ടെലപ്പതിക്കുണ്ട്. പല സംസ്കാരങ്ങളിലും ടെലപ്പതിയെ ഒരുവിധ മാനസിക ശേഷി, അത്ഭുത ശക്തി എന്നൊക്കെ പറയുന്നു. ടെലപ്പതിയുടെ ഉദാഹരണങ്ങളും അനുഭവങ്ങളും ധാരാളമുണ്ട്. വേണ്ടപ്പെട്ടവരെക്കുറിച്ച് അകലെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അവർ ഇങ്ങോട്ട് ഫോണിൽ കോൺടാക്റ്റ് ചെയ്യുന്നു. വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ ദൂരെ ഇരുന്നും മനസ്സിൽ വേവലാതിപ്പെടുന്നു. ചില ആളുകൾക്ക് കൂട്ടുകാരുടെ മനസ്സിൽ എന്ത് ചിന്തയാണെന്ന് അറിയാമെന്ന് തോന്നുന്നു. ഭാവുകത്വം അല്ലെങ്കിൽ ഇൻറ്റ്യൂഷൻ പോലെയുള്ള അത്ഭുതകരമായ അനുഭവങ്ങളാണിതെല്ലാം. ചില സയൻസ് ഫിക്ഷൻ സിനിമകളിലും നോവലുകളിലും ടെലപ്പതിയെ ഒരു വലിയ ശക്തിയായി ചിത്രീകരിച്ചിട്ടുണ്ട്. ടെലപ്പതിയെക്കുറിച്ച് ചില സൈദ്ധാന്തിക അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടെലപ്പതി സാധ്യമല്ല, മാത്രമല്ല ഇത് വിശ്വാസപരമായും മിഥ്യയായതുമാണ് എന്ന് അധികാരമായ വാദം നടപ്പിലുണ്ട്. ചില മനസ്സിലുള്ള വൈദ്യുത പ്രവർത്തനങ്ങളോ ന്യൂട്രോൺ സിഗ്നലുകളോ ടെലപ്പതിക്ക് കാരണമാകുന്നു എന്ന ഹൈപ്പോത്തീസിസുമുണ്ട്. എന്നാൽ ഇതുവരെ ഇതൊന്നും ശാസ്ത്രീയമായി സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ടെലപ്പതി എന്ന് പറയുന്നത് മനസ്സുകൾ നേരിട്ട് ആശയങ്ങൾ കൈമാറുന്ന ഒരു അദൃശ്യ വ്യാപാര പ്രക്രിയയാണ്. ഇതിന് വൈദ്യശാസ്ത്രപരമായ അടിസ്ഥാനം ഇല്ല എന്നുള്ളത് വാസ്തവമാണ്. കഥകളിലും സാങ്കേതിക ശാസ്ത്രകൃതികളിലും ഇത് പലപ്പോഴും ഉപയോഗിക്കുന്നു. ടെലപ്പതിയെ ജീവിതവുമായി ബന്ധപ്പെടുത്തുമ്പോൾ ആത്മീയതയും മനുഷ്യബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളിലുള്ള ഇടപെടലുകളും അന്തരംഗ മാനസിക കണക്ഷൻസും ഒക്കെ സാധ്യമാകുന്നു. ചിലപ്പോൾ അന്തർബന്ധം പോലെ തോന്നുന്ന മനോവിജ്ഞാന പാഠവങ്ങൾ ടെലപ്പതിയെ പിന്തുടരുന്നത് പോലെയും തോന്നുന്നു. ഭാവിയിൽ ടെലികമ്മ്യൂണിക്കേഷൻ, ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസുകൾ പോലുള്ള സാങ്കേതിക വിദ്യകൾ മനുഷ്യരുടെ ചിന്തകൾ നേരിട്ട് കൈമാറാനുള്ള സാധ്യത ഉണ്ടാക്കുമെന്ന് കരുതാം. ഇത് ടെലപ്പതിയുടെ സയൻസ് ഫിക്ഷൻ പതിപ്പായ ഒരു രൂപമായിരിക്കാം. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ഇതും ഒരുവിധ മാനസിക ആശയവിനിമയം എന്ന് പറയാം. ഇങ്ങനെ നോക്കുമ്പോൾ ടെലപ്പതി ജീവിതത്തെ മനസ്സിലാക്കാനും ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാനും സഹായിക്കുന്ന ഒരു സ്വാഭാവിക ആശയവിനിമയ ശേഷി തന്നെയായി പറയാം. ഇനി പുതിയ ഒരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.